എപ്പോഴാണെന്നറിയുമോ? ഈ കിതാബിന്റെ പവിത്രമായ ഈ ഇൽമിന്റെ മജ്‌ലിസിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഉമ്മ, പഠിച്ചു വെച്ചോ പെങ്ങളെ. എല്ലാവരും കടന്നു പോകുന്ന സന്ദർഭം ഏതാണെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്ത് കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പടച്ചവരെ, ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിട്ടുള്ളതാകുന്ന ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവ് പിടിച്ചെടുക്കുന്നതായ ഒരു ദിവസം കടന്നു വരുമല്ലോ. അന്ന് ഈ പള്ളിയിൽ നിന്ന് നമ്മുടെ മരണമൊഴി മുഴങ്ങുമല്ലോ, നമ്മളെ കുറിച്ച് മരണവാർത്ത അറിയിക്കുമല്ലോ. ആ ദിവസത്തിൽ നമ്മുടെ ശരീരമുണ്ടല്ലോ, നമ്മുടെ ശരീരത്തെ അതാ നമ്മുടെ ചുറ്റിനും നിന്ന കൂട്ടുകാരി കുളിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തെ താങ്ങിയെടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് അതാ കൊണ്ടുവന്ന് കിടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എല്ലാ തിരക്കുകളും അവിടെ അവസാനിക്കുകയാണ്. ജീവിതത്തിൽ നമ്മൾ ഇന്ന് പല തിരക്കുകളും പറയാറുണ്ടല്ലോ. പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിലേക്ക് കടന്നു വരണമെന്ന് പറയുമ്പോൾ ജോലിയാണ് ഉസ്താദേ, തിരക്കാണ് ഉസ്താദേ, ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലൂടെയാണ് കടന്നു പോകുന്നത് ഉസ്താദേ, കട അടച്ചിട്ട് വരാൻ പറ്റില്ല, വല്ലാത്ത പ്രതിസന്ധിയാണെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ എല്ലാ തിരക്കുകളും അവസാനിക്കുന്ന ഒരു ദിവസം കടന്നു വരുമുപ്പാ. നിന്റെ എല്ലാ തിരക്കുകളും അവസാനിക്കുന്ന ഒരു ദിവസം നിന്റെ വീട്ടിലേക്ക് കടന്നു വരാറുണ്ട്, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അന്ന് നിന്റെ ശരീരം അതാ താങ്ങിയെടുത്ത് വന്നുകൊണ്ടതാ നിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കിടത്തുകയാണ്, നിന്നെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. എല്ലാവരും ചുറ്റിനും നോക്കി നിൽക്കുകയാണ്. നിന്റെ ശരീരത്തിൽ അതാ നിന്റെ കൈകാലുകളിൽ അതാ പഞ്ഞി വെക്കുകയാണ്, എല്ലാവരും നോക്കി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 3 കഷ്ണം തുണിയിലതാ നിന്നെ പൊതിയുകയാണ്. നീ ജീവിതത്തിലേക്ക് ഒരുപാട് സമ്പാദ്യങ്ങൾ സമ്പാദിച്ചവനാണ്. ദുനിയാവിൽ നീ വലിയ മുതലാളിയാണ്, നീ വലിയ സമ്പന്നനാണ്, നീ വലിയ സൗന്ദര്യമുള്ളവനാണ്, നീ ഒരുപാട് കാര്യങ്ങൾ കീഴടക്കിയവനാണ്. പക്ഷേ നിന്നെ അതാ നിസ്സഹായനായി നീ അവിടെ കിടക്കുകയാണ്. നിന്റെ കയ്യിലതാ പണമില്ല, പ്രതാപമില്ല, അധികാരമില്ല, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടതാ നീ എവിടെ കിടക്കുകയാണ്. നിന്റെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ നിന്റെ മയ്യത്തതാ പൊതിയുകയാണ്. അവസാനമായവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. അല്ലാഹുവേ, നിന്നെ കാണാൻ എല്ലാവരും തിരക്കും ദിക്കും കൂട്ടുകയാണ്. ഒരുപാട് സ്ഥലത്ത് നിനക്ക് കൂട്ടുകാരുണ്ടല്ലോ, പരിചയക്കാരുണ്ടല്ലോ, കുടുംബക്കാരുണ്ടല്ലോ. പല ദ്വീപുകളിൽ നിന്റെ കുടുംബം കിടക്കുകയാണല്ലോ. അവരെല്ലാവരും അതാ നിന്നെ കാണുവാൻ വന്നിട്ടുണ്ട്, നിന്നെ കേൾക്കുവാൻ, നിന്നെ കാണുവാനായി കടന്നു വന്നിട്ടുണ്ട്. അവസാനമായി ഒരു നോക്കു കാണുവാൻ അവരെല്ലാവരും നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അതാ നിന്റെ മയ്യിത്തതാ നിന്റെ വീട്ടിൽ നിന്നും ഉയരുന്ന സമയമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഏറ്റവും കൂടുതൽ കരച്ചിൽ ഉയരുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. വീട്ടിൽ നിന്നും എല്ലാവരും കരയുകയാണ്, നിന്റെ ഭാര്യ കരയുകയാണ്, നിന്റെ മക്കള് കരയുകയാണ്. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ.
എല്ലാവരും കരയുകയാണ്. വാപ്പയും ഉമ്മയും കരയുകയാണ്, നിന്റെ ഭാര്യ കരയുകയാണ്, നിന്റെ മക്കള് കരയുകയാണ്. നിന്റെ മയ്യിത്തതാ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, തഹ്ലീലുകൾ പറഞ്ഞുകൊണ്ട് നിന്റെ മയ്യിത്തതാ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ആ പള്ളിക്കകത്ത് വെക്കുമ്പോൾ, അതാ ഖതീബ് ഉസ്താദ് വന്ന് നിന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മയ്യത്ത് നമസ്കാരത്തിന്റെ ആദാബുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം എല്ലാവരും മയ്യത്ത് നമസ്കരിക്കുകയാണ്. അതിനുശേഷം നിന്റെ മയ്യത്തതാ താങ്ങിയെടുത്തുകൊണ്ട് അല്ലാഹുവേ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് നിന്റെ വീട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതാണ് നിന്റെ ഭവനം പ്രിയപ്പെട്ട പൊന്നുമോനെ. അതാണ് നിന്റെ ഭവനം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നീ ഇന്നലെ വരെ അതാ വിശാലമായ റൂമിന്റെ ഉള്ളിൽ കിടന്നുറങ്ങിയവനാണ്. നിനക്ക് പട്ടുമെത്തയുണ്ടായിരുന്നു, നിനക്ക് കിടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, ആഡംബരത്തോടുകൂടി നീ കടന്നുപോയവനാണ്. ഒരുപാട് പ്രിയപ്പെട്ടവരെ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ആസ്വദിച്ചവരാണ്. പക്ഷേ നിന്നെ കൊണ്ട് കിടത്താൻ പോകുന്ന വീട് ഏതാണെന്നറിയുമോ? ആ വീട്ടിൽ സ്ക്വയർ ഫീറ്റുകളുടെ കണക്ക് പറയാൻ കഴിയില്ല. ടൈല് വിരിച്ചിട്ടില്ല,